പ്രിയമുള്ളവരെ, ശശി തരൂർ ഒരു പൊട്ടനാണോ എന്ന് ഞാൻ ചോദിച്ചതിൽ അതൃപ്തിയുള്ളവർ ദയവായി എന്നോട് ക്ഷമിക്കണം. കാരണം അദ്ദേഹം ഏതാണ്ട് 18ഓളം പുസ്തകങ്ങൾ എഴുതി, മാത്രമല്ല ഈ ലോകത്തുള്ള നാനാവിധ പത്രസ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച്, സെക്രട്ടറി UN-ൽ ആയി പ്രവർത്തിച്ച്, അതിനുശേഷം രാഷ്ട്രീയത്തിൽ വന്ന് 3 തവണ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച് MP ആയി 2 തവണ മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുള്ള മഹാനായ വിശ്വപൗരനായ വ്യക്തിയാണ് ശശി തരൂർ എന്നീ ലോകത്തെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അത്തരം ഒരാൾ പൊട്ടനാണോ എന്ന് ഞാൻ ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ എന്നെ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ആ ദേഷ്യം അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഞാനങ്ങനെ ചോദിച്ചതിന് കാരണം, സാധാരണ യുദ്ധമുണ്ടാകുമ്പോൾ ആ യുദ്ധക്കെടുതികളെക്കുറിച്ച്, 2ാം ലോക മഹായുദ്ധം, യുക്രൈനിലെ ജനങ്ങൾ അനുഭവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. യുദ്ധക്കെടുതികളെക്കുറിച്ച് ബോധമുള്ള ഒരു മനുഷ്യൻ സാധാരണ രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന വർഗീയവാദികളെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വർഗീയവാദിയല്ലാത്ത ഒരു വിശ്വപൗരനായ ഈ മനുഷ്യൻ മാനുഷിക ബോധം തീരെ ഇല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പൊട്ടനാണോ എന്ന് ചോദിച്ചതിന്. അതിന് എന്നോട് പരിഭവിച്ചിട്ട് കാര്യമില്ല. അഥവാ പരിഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ ശശി തരൂരിനെ പോലെ തന്നെ വലിയ ഔദ്യോഗിക പദവികളിലൊന്നും എത്തിയില്ലെങ്കിലും ഈ ലോകം മുഴുവൻ ഏതാണ്ട് 150-ലധികം രാജ്യങ്ങൾ സഞ്ചരിച്ച സന്തോഷ് ജോർജ് കുളങ്ങര എന്ന മഹാനായ സഞ്ചാരി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തോടൊന്ന് ചോദിക്കണം, യുദ്ധം കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന്. ശശി തരൂർ പറയുന്നത് പാകിസ്ഥാനെ അടിച്ച് തകർത്താൽ ഭീകരവാദം ഇവിടെ അവസാനിക്കുമെന്നാണ്. അങ്ങനെ എവിടെയെങ്കിലും ഭീകരവാദം അവസാനിച്ച ചരിത്രമുണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നോട്ട് നിരോധനം നടത്തിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച് ഭീകരവാദത്തിൻ്റെ നട്ടെല്ലൊടിച്ച് ഇനി ഇവിടെ ഭീകരവാദം ഉണ്ടാവത്തില്ല. എന്നിട്ട് എത്ര തവണ ഇവിടെ ഭീകരവാദം ഉണ്ടായി? പുൽവാമയും അതുപോലെ 5-6 തവണ ഇവിടെ ഭീകരവാദം ഉണ്ടായി, ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി. അപ്പോൾ ഭീകരവാദത്തെ അടിച്ചമർത്തുന്നതിൻ്റെ മാർഗം ഒരിക്കൽ പോലും യുദ്ധമല്ല. അമേരിക്കക്കാരെ യുദ്ധം ചെയ്താണോ ഭീകരവാദത്തെ അടിച്ചമർത്തുന്നത്? ഒരിക്കലുമല്ല. പക്ഷേ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് പൊട്ടനാണോ എന്ന് ചോദിക്കേണ്ടി വന്നത്. അല്ലാതെ അദ്ദേഹത്തോട് എനിക്ക് പേഴ്സണലായി യാതൊരു വിരോധവുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സംഭവം കൂടെ, പെൺകോന്തനാണെന്നുകൂടി ഞാൻ ചോദിച്ചു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്നതാണ്. 2014 ജനുവരി 17-ാം തീയതി ഡൽഹിയിലെ ചാണക്യപൂരിയിലെ ഹോട്ടൽ ലീല പാലസിൽ, 5 സ്റ്റാർ ഹോട്ടൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, 3-ാം ഭാര്യ എന്നോർക്കണം, സുനന്ദ പുഷ്കർ മരിച്ചു കിടന്ന സംഭവം. അതൊരു കൊലപാതകമാണെന്ന് ഈ ലോകം മുഴുവൻ വിധിയെഴുതിയൊരു കേസാണ്. കാരണം സുപ്രീം കോടതിയിൽ പോലും ശശി തരൂർ സമ്മതിച്ചു, അദ്ദേഹത്തിൻ്റെ കാമുകിയായിരുന്ന പാകിസ്ഥാനിലെ പത്രപ്രവർത്തക മേഘ തരാരുമായിട്ട് അദ്ദേഹം 3 ദിവസം സൗദിയിലെ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചിരുന്നുവെന്ന്. അതായത് സുനന്ദ പുഷ്കറിൻ്റെ മരണത്തിന് തൊട്ട് മുൻപ്, ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം താമസിച്ചിരുന്നുവെന്ന് കോടതിയിൽ പോലും അദ്ദേഹം സമ്മതിച്ച സംഭവമാണ്. മാത്രമല്ല, തൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യില്ല എന്ന് 100% ഉറപ്പിച്ച് പറഞ്ഞു സുനന്ദ പുഷ്കറുടെ മകനും സഹോദരനും. അങ്ങനെ ഒരു കേസ് അത് ആത്മഹത്യയാക്കി എഴുതിത്തള്ളി ശശി തരൂർ വീണ്ടും തലയുയർത്തി പിടിച്ച് നടക്കുന്നതിന് വേണ്ടി നമുക്കറിയാം, അന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആസനം ചൊറിഞ്ഞു കൊടുത്ത് നടന്നതുകൊണ്ടാണ് ശശി തരൂർ ഈ അവസ്ഥയിൽ ഇന്നിവിടെ രാഷ്ട്രീയക്കാരനായി ഞെളിഞ്ഞു നടക്കുന്നത്. അത്തരമൊരു രാഷ്ട്രീയക്കാരന് യുദ്ധം തീർച്ചയായും അനിവാര്യമാണ്. കാരണം മോദി വേണോ, കോൺഗ്രസ് വേണോ, പിണറായി വേണോ, അത് വേണോ, ഇത് വേണോ എന്ന് ചോദിച്ച് ഈ 3-4 ഭാര്യമാരെയും കാമുകിമാരെയും മാറി മാറി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാഷ്ട്രീയത്തിൽ അങ്ങും ഇങ്ങും തൊടാതെ, അഭിപ്രായ സ്ഥിരതയില്ലാതെ പല കഞ്ഞിയിൽ അലഞ്ഞു നടക്കുന്ന ശശി തരൂരിനെ കുറിച്ച് പൊട്ടനാണോ പെൺകോന്തനാണോ എന്ന് ചോദിക്കുന്നതിൽ
ഒരു തെറ്റും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും മോദിജി പക്ഷത്തേക്ക് കൂറുമാറി പോകാൻ പാടില്ല. കാരണം ഈ സുനന്ദ പുഷ്കറുടെ കേസ് നമുക്ക് അറിയാവുന്നതാണ്, അദ്ദേഹമാണ് രക്ഷിച്ചെടുത്തതെന്ന്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടായി ചോറ് ഇങ്ങും കൂറങ്ങുമെന്ന് പറയുന്നില്ല. കോൺഗ്രസിൽ നിൽക്കുകയും ബി ജെ പിയോട് കൂറ് കാണിക്കുകയും കേരളത്തിൽ വരുമ്പോൾ പിണറായിയോട് കൂറ് കാണിക്കുകയും ഇങ്ങനെ പലതരത്തിൽ അലഞ്ഞു നടക്കുന്ന ഇദ്ദേഹം ഒരു വിശ്വപൗരനാണെന്നും മനുഷ്യനാണെന്നും പറയുന്നതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. മാത്രമല്ല, ശശി തരൂരിനെ പോലുള്ള രാഷ്ട്രീയക്കാർക്ക് ആവശ്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അതിന് കാരണം ഇദ്ദേഹം യുദ്ധത്തിൻ്റെ കെടുതികളറിഞ്ഞ് ജീവിക്കേണ്ട യാതൊരു ആവശ്യവും ശശി തരൂരില്ല. ശശി തരൂരിനെ സംബന്ധിച്ചോളം ഏതാണ്ട് 57 കോടി രൂപയുടെ സമ്പാദ്യമുള്ളയാളാണ് അദ്ദേഹം. ഈ ഇന്ത്യയിലെ പട്ടിണിക്കാരുടെ ദുരിതവും കഷ്ടപ്പാടും, അതായത് ഒരു യുദ്ധം ഉണ്ടായാൽ 2 ദിവസം കൊണ്ട് നമ്മൾ കണ്ടതാണ്, 15 നിരപരാധികളെ ജമ്മു കാശ്മീരിൽ കൊന്നൊടുക്കി. മാത്രമല്ല, ഗുജറാത്തിലും രാജസ്ഥാനിലും പഞ്ചാബിലുമുള്ള മനുഷ്യൻ ഒളിച്ച് ജീവിച്ച് അവരനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടും ശശി തരൂരിനെ പോലുള്ള ഒരു രാഷ്ട്രീയക്കാരനും ഒരു യുദ്ധക്കൊതിയന്മാർക്കും കമ്മ്യൂണലിസ്റ്റുകൾക്കും, അതായത് വർഗീയവാദികൾക്കും അവരുടെ വേദനയും കഷ്ടപ്പാടും മനസ്സിലാവുകയില്ല. മാസങ്ങൾ യുദ്ധം നീണ്ടു നിന്നാലുള്ള അവസ്ഥ എന്താണ്? യുക്രൈനിലെ അവസ്ഥ നിങ്ങൾ എന്നും ടി വിയിലൂടെ കാണുന്നുണ്ട്. സകലതും തകർന്ന് തരിപ്പണമായി അവിടെ നിന്ന് പലായനം ചെയ്ത മനുഷ്യർ എവിടെയൊക്കെ അലഞ്ഞ് ഏതാണ്ട് ഒരുതരം നായ്ക്കളെ പോലെ ജീവിക്കുന്ന അവസ്ഥയാണ് അന്നത്തെ ആ യുക്രൈനിലെ മനുഷ്യർ അനുഭവിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ ജനങ്ങളും അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാരൊക്കെ യുദ്ധം ചെയ്തോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇതുപോലെയുള്ള ഈ ശശി തരൂരിനെ പോലെയുള്ള കോടീശ്വരന്മാർ രാഷ്ട്രീയത്തിൽ വരുന്നത് പാവപ്പെട്ടവൻ്റെ കഞ്ഞിക്കുടി മുട്ടിക്കാനും അതുപോലെ ഈ പാവപ്പെട്ടവരെ എന്നും പട്ടിണിക്കാരനാക്കി നിലനിർത്താനുമുള്ള അവസ്ഥയാകുന്നുണ്ട്. എനിക്കൊരു അപേക്ഷയെന്ന് പറഞ്ഞാൽ ശശി തരൂരിനെ പോലുള്ള കോടീശ്വരന്മാരെ ഇവിടെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കാതിരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുക. ഇവിടെ സാധാരണക്കാരെ, അതായത് ജനസേവനം ചെയ്യാൻ കഴിവുള്ളവരെ മാത്രം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഇവിടെ ഉണ്ടായില്ലെങ്കിൽ ഈ ശശി തരൂരിനെ പോലുള്ള പൊട്ടന്മാരും പെൺകോന്തന്മാരും നമ്മുടെ രാഷ്ട്രീയത്തെ മലീമസമാക്കി ഈ നാടിനെ നശിപ്പിക്കും എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഗുഡ് ബൈ.